ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇത് നമുക്ക് രാത്രി സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയ ചുരിദാറാണ്. ഇത് കസ്റ്റമർ എന്നോട് വൈകുന്നേരം ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ഒരു ചുരിദാർ മെറ്റീരിയൽ തന്നാൽ അത് പിറ്റേ ദിവസം രാത്രിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റുമെന്ന്. ആ വിളിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ്. ഞാൻ ഇടത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. അപ്പോൾ എനിക്കിത് പിറ്റേ ദിവസം രാത്രി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോൾക്ക് എനിക്ക് ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടാവണം. അങ്ങനെ കസ്റ്റമർ മെറ്റീരിയൽ കൊണ്ടു തന്നു. ഞാൻ അവരോട് പറഞ്ഞിന് അതിലേക്കുള്ള ലൈനിങ്, ത്രെഡ് അതെല്ലാം എനിക്ക് തരണം, എനിക്ക് വാങ്ങിക്കാൻ സമയമില്ല. അങ്ങനെ അവർ അതെല്ലാം തന്നു. പിന്നെ ഞാൻ രാത്രി ഒരു 10:30 മണിയാകുമ്പോൾ കട്ടിങ് തുടങ്ങി. ഈ കസ്റ്റമറെ മുമ്പത്തെ മെഷർമെൻറ്റെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മെഷർമെൻറ്റ് എടുക്കേണ്ട ആവശ്യം വന്നില്ല. ഈ എഴുതിയത് വെച്ചിട്ട് തന്നെ ഞാനിത് കട്ട് ചെയ്തു. പാൻറ്റ് ലെങ്ത്ത് 37 ഇഞ്ച്, ഹിപ്പ് 13 ഇഞ്ച്, പിന്നെ ഹിപ്പ് ലെങ്ത്ത് 14, ബോട്ടം 9 ഇഞ്ച് അങ്ങനെ കട്ട് ചെയ്ത്. പക്ഷേ ഇത് ഈ മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറവുണ്ടായിരുന്നു. അതായത് കറക്റ്റ് ഉണ്ട്, താഴെ ബോട്ടം മടക്കി തുന്നാനുള്ള അത്ര മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് ഞാൻ വേറൊരു പീസിലെടുത്തിട്ട് കട്ട് ചെയ്തു. അങ്ങനെ എനിക്കിത് ഈ പാൻറ്റ് കട്ട് ചെയ്യാൻ ആകെ 5 മിനിറ്റിൻ്റെ സമയം വന്നിട്ടുള്ളൂ. നമുക്ക് പെട്ടെന്നായി. ഒന്നാമത് ഇത് തിരക്കല്ലേ, അതുകൊണ്ട് വളരെ പെട്ടെന്നായി. പിന്നെ കട്ട് ചെയ്ത പീസെല്ലാം മടക്കി വെച്ചു. പിന്നെ അതിലേക്ക് എലാസ്റ്റിക് വേണം. എലാസ്റ്റിക് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ആ ഒരു എലാസ്റ്റിക്കിൻ്റെ ഫുൾ ഒരു ചുറ്റുണ്ടല്ലോ, അതിലത്തെ ഏറ്റവും ലാസ്റ്റത്തെ ഇത്ര മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. ഇത് കറക്റ്റ് 14 ഇഞ്ച് തന്നെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ടോപ്പിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാൻ അതിന് ഞാൻ ഈ ലൈനിങ്ങിൻ്റെ തുണി എടുത്തു. ഈ ലൈനിങ് കോട്ടൺ ആയാലും നമുക്ക് മാർക്ക് ചെയ്യാനെല്ലാം നല്ല സിമ്പിളാണ്. അങ്ങനെ ഈ തുണി ഞാൻ 4ആയി മടക്കിയെടുത്തു. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തു. ഷോൾഡർ 7 ഇഞ്ച്, ആം ഹോള് 8.5 ഇഞ്ച്, പിന്നെ സൈഡ് ഓപ്പണ് 20.5 ഇഞ്ച്, വിഡ്ത്ത് 10.5 ഇഞ്ച്, പിന്നെ വേസ്റ്റ് വിഡ്ത്ത് ഐ തിങ്ക് 9.5 ഇഞ്ച്, പിന്നെ ഹിപ്പിൻ്റെ അടുത്തുള്ള വിഡ്ത്ത് 11 ഇഞ്ച്, പിന്നെ താഴെ 12 ഇഞ്ച്. അങ്ങനെ ഞാൻ ഫുള്ള് മാർക്ക് ചെയ്തു. പിന്നെ അത് കട്ട് ചെയ്തു. പിന്നെ നെക്ക് വേണ്ടേ, നെക്ക് വിഡ്ത്ത് 2.25 എടുത്ത്, പിന്നെ ബാക്ക് വിഡ്ത്ത് 3 ഇഞ്ച്, ബാക്ക് ലെങ്ത്ത് 3 ഇഞ്ച്, ഫ്രണ്ട് ലെങ്ത്ത് 6 ഇഞ്ച്. അങ്ങനെ ഞാൻ ഇതെല്ലാം ഇത് ശരിക്കും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത്, പിന്നെ അതേപോലെ സൈഡ് ഓപ്പണിൻ്റെ അടുത്ത്, ആം ഹോളിൻ്റെ അടുത്തെല്ലാം അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല സിമ്പിളാണ്. പിന്നെ ഷോൾഡർ സ്ലോപ്പും കൊടുക്കണം. അങ്ങനെ ഈ ലൈനിങ്ങും കട്ട് ചെയ്യുന്നതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാൻ. അങ്ങനെ ഞാൻ ഈ ടോപ്പിൻ്റെ തുണി എടുത്തിട്ട് ഇതൊന്ന് ശരിക്കും നോക്കി. ഇതൊരു പാകിസ്ഥാനി മോഡൽ സെറ്റായിരുന്നു. അങ്ങനെ ഇത് ശരിക്കും നോക്കിയിട്ട് കയ്യടെ ഫ്രണ്ട് പീസ് ചെയ്ത് ബാക്ക് പീസ് ചെയ്ത് എന്നെല്ലാം നോക്കി. ഇത് കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് ഇത് മടക്കിയിട്ട് ഒപ്പിച്ചെടുക്കാനെല്ലാം നല്ല സിമ്പിളായിരുന്നു. ടേബിളിൽ വെച്ചിട്ട് തന്നെ മടക്കാൻ കഴിഞ്ഞ്, നിലത്ത് വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ട. അങ്ങനെ ഇത് ഞാൻ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേ പീസിൽ കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ എല്ലാം മെറ്റീരിയൽ കിട്ടിയാൽ ഫ്രണ്ട് ഒരു സ്ഥലത്തുണ്ടാവും, ബാക്ക് ഒരു സ്ഥലത്തുണ്ടാവും. അപ്പോൾ രണ്ടും വറവാറ മുറിച്ചെടുത്തിട്ട് ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ വറവാറ കട്ട് ചെയ്യേണ്ട വരലുണ്ട്. ഇതങ്ങനെ ഒന്നും വന്നിട്ട. പിന്നെ കസ്റ്റമർ എന്നോട് ഇതിൻ്റെ ലെങ്ത്ത് ഫുള്ള് വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇത് ലെങ്ത്ത് മെഷർ ചെയ്ത് നോക്കുമ്പോൾ 49 ഇഞ്ച് ഉണ്ട്. അപ്പോൾ അത്രയൊന്നും ഒന്നും ആവശ്യമില്ല. ഏകദേശം മാക്സിമം 45 ഇഞ്ച് മതി. അത്ര വലിയ ഹൈറ്റുള്ള കസ്റ്റമറൊന്നുമല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് താഴെന്നും മുകളിൽ നിന്നും കുറച്ച് കട്ട് ചെയ്ത്, അങ്ങനെ ഞാനിത് ടോട്ടൽ 44 ഇഞ്ചാണ്. അതിലേക്ക് 1.5 ഇഞ്ച് ജാസ്തി എടുത്ത് ഫോർ ഹെമ്മിങ്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് വെച്ചിട്ട് മാർക്ക് ചെയ്തു. ഈ ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്താലും അത് ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും നമ്മൾ ജോയിൻ ചെയ്ത് തുന്നുമല്ലോ. അപ്പോൾ എന്തായാലും ചെറിയൊരു വേരിയേഷൻ വരലുണ്ട്. ഈ നമ്മൾ മെയിൻ ക്ലോത്തില്ലേ താഴെ വെച്ചത്, അതൊക്കെ എന്തായാലും കുറച്ച് ജാസ്തി ഉണ്ടാവും. എല്ലാവർക്കും ഇതേപോലെ തന്നെയാണ് ഉണ്ടാവില്ലേ. നമുക്ക് എത്ര ഇനി ഒപ്പിച്ചെടുത്താലും അതിങ്ങനെ വരും, എന്തുകൊണ്ടെന്ന് അറിയില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്ക് പീസും ഫ്രണ്ട് പീസെല്ലാം ബാറാക്കിയിട്ട് അതിൻ്റെ ലൈനിങ്ങെല്ലാം ഒരേപോലെ വെച്ച്, അതാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് ആ മെറ്റീരിയൽ എടുത്താൽ മതി. പിന്നെ അതിലേക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം വെക്കാനുണ്ട്. ഇത് നെക്കിലേക്കാണ്. ഞങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു 6 മാസം മുമ്പ് ഒരു 15ഓളം മെറ്റീരിയൽ ഇതുപോലത്തത് കിട്ടി. ഇത് നെക്കിലേക്കും പിന്നെ കൈൻ്റെ അറ്റത്തേക്കും ഇങ്ങനത്തെ ഒരു സാധനം എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്.
ഇതെല്ലാം ചെയ്യാൻ കുറേ ടൈം എടുക്കുന്നു. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഇത് സോൾഡറിങ്ങിൽ സൈഡെല്ലാം സോൾഡറിങ് കൊണ്ട് ഒന്ന് ഒരുക്കിയെടുക്കാം, അപ്പോൾ പിന്നെ അട മാത്രം കട്ട് ചെയ്താൽ പോരെ, അങ്ങനെ ചെയ്യാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് ഇതിപ്പോൾ പെട്ടെന്ന് കൊടുക്കണ്ടല്ലേ, ഒരു പരീക്ഷണമൊന്നും വേണ്ട, അങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്യാമെന്ന് തന്നെ വെച്ച് അങ്ങനെ ഇത് കട്ട് ചെയ്തു. ഇത് കൈക്ക് വെക്കാനുള്ളതാണ്. എനിക്ക് കൈക്ക് ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ കൈൻ്റെ അറ്റത്തേക്ക് ലേസ് പോലത്തെ ഒന്ന് വെക്കാനാണ് ഉണ്ടാവല്. ഇത് ഇങ്ങനത്തെ ഒരു വട്ടത്തിൻ്റെ സാധനം. പിന്നെ ഇതെങ്ങനെ വെക്കുമെന്നെല്ലാം ഞാൻ കയ്യിൽ വെച്ച് നോക്കി. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ മോള് ആമില്ലേ, ആമിൻ്റെ ആട വെക്കാമെന്ന് വെച്ചിട്ട് അതെടുത്ത്. നെക്സ്റ്റ് കൈ കട്ട് ചെയ്യാനും എനിക്ക് ഇങ്ങനത്തെ പാകിസ്ഥാനി മെറ്റീരിയലിൻ്റെ കൈ കട്ട് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. എന്തെന്ന് വെച്ചാൽ ഇതിൽ മെറ്റീരിയൽ ഇഷ്ടം പോലെ ഉണ്ടാവും, ആ സൈഡിൽ മാത്രം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ കൈൻ്റെ മെഷർമെൻ്റ് എല്ലാം എടുത്ത്, കൈൻ്റെ ലെങ്ത്ത് ഫുള്ള് വേണമെന്ന് പറഞ്ഞിന്. അപ്പോൾ അത് 22 ഇഞ്ചും പിന്നെ താഴെ ബെൽ സ്ലീവാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ബെല്ലും മാർക്ക് ചെയ്തു, പിന്നെ മുകളിലൊരു 8 ഇഞ്ച് അതെല്ലാം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തു. ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മെയിൻ ക്ലോത്തിൽ ഇതേപോലെ ആം ഹോള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നില്ലേ, അതും ഇത് കൈയും അറ്റാച്ച് ചെയ്യുന്ന ഭാഗം രണ്ടും ഒരേപോലെ എത്തുന്ന നോക്കണം. അതെത്തി. പിന്നെ അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നെക്ക് കട്ട് ചെയ്യാനും, നെക്കിന് ഉള്ളിലേക്ക് വെക്കുന്ന തുണി വേറൊരു പീസിൽ കട്ട് ചെയ്യണം. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നുള്ളത്. ഇത് ബാക്ക് നെക്കിൻ്റെ പീസ്, അത് പിന്നെ ഒരു പീസിൽ വെച്ചിട്ട് അത് അതേ അളവിൽ കട്ട് ചെയ്യണം. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ക്യാൻവാസ് വെക്കുന്നില്ല, എനിക്ക് ക്യാൻവാസ് വെക്കാനൊന്നും ടൈമില്ല. അങ്ങനെ അതിലേക്ക് മിഡിലൊരു മാർക്കെല്ലാം ഇട്ടിട്ട് എല്ലാം നേരെ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ എല്ലാം മിസ്സാവും. നമ്മൾ മിസ്സായിട്ട് പിന്നെ ഒരു പീസിൽ നമ്മൾ പിന്നെയും കട്ട് ചെയ്യും, എന്നിട്ട് പിറ്റേ ദിവസം അടിക്കുമ്പോൾ മറ്റേ ഇടണമെങ്കിൽ ഒരു പീസ് കിട്ടലാണ്. അങ്ങനെ അതേപോലെ ഞാൻ ഫ്രണ്ടിൽ നിൽക്കും കട്ട് ചെയ്തു. എനിക്ക് ആദ്യമായിട്ടാണ് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ പരിപാടി എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞു. ഏകദേശം അരമണിക്കൂറാകുമ്പോൾ തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ കിച്ചണിൽ നോക്കുമ്പോൾ ഇതാ സിങ്കിൻ്റെ അടിയിൽ ഇതുപോലെ വെള്ളം മറിഞ്ഞിട്ടുണ്ട്. എൻ്റെ മോള് കോഴിക്കാല് കഴുകിയിട്ട് എടുത്ത പണിയാണിത്. ലേസിക്ക് നമ്മൾ കോഴിക്കാലാണ് കൊടുക്കൽ. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഇതിൻ്റെ അടിയെല്ലാം വൃത്തിയാക്കണം. അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ പരിപാടിയെല്ലാം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അടിയെല്ലാം വൃത്തിയായി. അത് പിന്നേന്ന് പറഞ്ഞിട്ട് വെച്ചാൽ അത് അടന്നെ ഉണ്ടാവും. പിന്നെ നമുക്കൊരു ബാക്കിയുള്ള ജോലികളൊന്നും ചെയ്യാൻ ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. അങ്ങനെ ഇതെല്ലാം തോർത്തിയെടുത്തിട്ടായിട്ട് ഞാൻ ആ കൗണ്ടർ ടോപ്പിൽ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ചു. ഇതാണ് ലേസിൻ്റെ കോഴിക്കാല്. പിന്നെ ഞാൻ വീഡിയോ നോക്കുമ്പോൾ ഇതിനൊന്നും തല കാണുന്നില്ല, എൻ്റെ കാല് മാത്രം കാണുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വന്നു. ഇത് ഞാൻ എൻ്റെ പുരയിൽ നിന്ന് കൊണ്ടുവന്ന കറിയാണ്, ചിക്കൻ കറി. ഞാനും എൻ്റെ മക്കളെല്ലാം വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. ഹസ്ബൻഡ് കഴിക്കണമെങ്കിൽ രാത്രി ഒരു 10:30 മണി എന്തായെങ്കിലും, അതിൻ്റെ മുമ്പ് കഴിക്കാറ് കുറവാണ്. അതിനെ കറി തിളപ്പിക്കാൻ വെച്ചിട്ടായിട്ട് അപ്പം, ഇത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച അപ്പമാണ്. ഞാൻ ഇന്ന് വരില്ല എന്ന് വിചാരിച്ചിട്ട് അവർ അപ്പം കറിയും ഹസ്ബൻഡിന് ഒരു സന്ധ്യാസമയത്ത് കൊടുത്തു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കറി വേണ്ട, കറി അവൾ കൊണ്ടുവരും, അപ്പം മാത്രം മതിയെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ഈ അപ്പം കറിയെല്ലാം ഉണ്ടാക്കുന്ന പണി നല്ല ലാഭമായി കിട്ടി. പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വന്നു. എനിക്ക് നൂല് അത് കസ്റ്റമർ തന്ന നൂലാണ്. പിന്നെ ഞാൻ അതേപോലത്തെ ബാക്കി ഏതെങ്കിലും നൂലുണ്ടാ നോക്കി, അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ നൂല് നമ്മൾ എടുത്തിട്ട് ബാക്കിയാകുന്ന നൂലില്ലേ, അത് കുറേയാണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം തീർക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കുറേ തപ്പി നോക്കി. പക്ഷേ അതിന് മാച്ചായ ഒരു നൂലില്ല. പിന്നെ ആ നൂല് തന്നെ എടുക്കണം. പിന്നെ ബോബിനെല്ലാം മറിച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരുന്നു. ഫസ്റ്റ് ആസ് യൂഷ്വൽ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത്, പിന്നെ പാൻറ് സ്റ്റിച്ച് ചെയ്യാൻ ഇത് ആ ബോട്ടത്തിൽ ഒരു എക്സ്ട്രാ കട്ടിങ് ഉണ്ടല്ലോ, എക്സ്ട്രാ പീസ്, ഫസ്റ്റ് ഞാൻ ആ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പിന്നെ അത് ശരിയാക്കിയിട്ട് അതിൻ്റെ ബക്ക് ഇതേപോലെ മെഷീനിലേക്ക് ഉരക്കണം. അങ്ങനെ ഉരച്ചിട്ട് അതിൻ്റെ കര മടക്കി തുന്നി. ഇത് ഏകദേശം ഒരു 3 ഇഞ്ച് ഉണ്ട് ഈ കര. അങ്ങനെ അത് ഫുള്ളും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൈഡിലത്തെ എക്സ്ട്രാ പീസസ് എല്ലാം കട്ട് ചെയ്തു. പിന്നെ വിടുത്ത്, പാനിൻ്റെ വിടുത്ത് ഞാൻ ബോട്ടത്തിൽ 9 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആ വിടുത്ത് മുമ്പേ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നല്ല എളുപ്പമായി. അങ്ങനെ വിടുത്തെല്ലാം കൂട്ടി തുന്നണം. അതിൻ്റെ ഇടയിൽ എൻ്റെ മെഷീൻ ഒരു പ്രോബ്ലം ഉണ്ട്, നൂല് പൊട്ടിക്കൊണ്ടേയിരിക്കും. നൂല് പൊട്ടുന്നല്ല, നൂല് ഇളകുന്നത്. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടായിട്ട് പിന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂലിളയിട്ടുണ്ടാവും. എന്തുകൊണ്ടെന്നറിയില്ല, ഇപ്പോൾ ഒരു 2 മാസം ഇപ്പുറം വന്ന ഒരു പ്രശ്നമാണ്. നൂല് പൊട്ടുന്നുണ്ടെങ്കിൽ പിന്നെ സൂചിയെല്ലാം ഇട്ടിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയാവും. പക്ഷേ ഇതറിയുന്നേയില്ല. അങ്ങനെ 2 സൈഡും വിടുത്തും തുന്നി, പിന്നെ ക്രോച്ച് ലെങ്ത്തും സ്റ്റിച്ച് ചെയ്ത്, പിന്നെ എലാസ്റ്റിക്. നമുക്ക് കുത്തിച്ചമ്മളത് കൊണ്ട് ശരിക്കും വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു 4 സെൻറ്റൻസ് സംസാരിച്ചിട്ട് നമുക്ക് ചുമ തുടങ്ങും. പിന്നെ ഞാനിങ്ങനെല്ലാം സെച്ച് പിടിച്ചിട്ട്
വോയിസ് ഓവർ കൊടുക്കും. പക്ഷെ പറ്റിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ റെക്കോർഡ് പോസ് ആക്കിയിട്ട് ചുമല കഴിഞ്ഞിട്ടായിട്ട് വീണ്ടും വോയിസ് ഓവർ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. അങ്ങനെ ഇത് ഞാൻ എലാസ്റ്റിക്കിലേക്ക് ഇങ്ങനെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു വർക്ക് നല്ല ഇഷ്ടമാണ് ചെയ്യാൻ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളെ പാൻറ്റിൻ്റെ പണി കഴിഞ്ഞു. ഇനി ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ടോപ്പിന് ഞാൻ ആദ്യം ഈ കൈയെടുത്തിട്ട് ഇത് രണ്ടും ഇതേപോലെ അറ്റാച്ച് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഞാനിത് അറ്റാച്ച് ചെയ്യുമ്പോൾ അറിയാണ്ട് അടിയിലത്തെ പീസ് അതിൻ്റെ ഒക്കെ ആയിപ്പോയി. പിന്നെ അതപ്പം തന്നെ അയച്ചിട്ട് അത് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഒരു 40 പ്രാവശ്യം ഇതുപോലെ നൂലളുന്നുണ്ടായിന്. ആർക്കും അറിയുന്നെങ്കിൽ ഇതിൻ്റെ റീസൺ എന്തെന്നൊന്ന് പറഞ്ഞു തരുമോ? പിന്നെ ഞാൻ ഈ കൈൻ്റെ താഴത്തെ കര മടക്കി തുന്നി. ഇത് നേർങ്ങനെ മടക്കി തുന്നിയാൽ മതി. ഏകദേശം ഒരു 1/4 ഇഞ്ച് അത്ര മതിയാവും. ഇത് ബെൽ സ്ലീവ് അല്ല, അപ്പം നല്ലോണം വിടുത്തായെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഇതിൻ്റെ കരമെല്ലാം മടക്കി തുന്നി. ഇത്രയാകുമ്പോൾ രാത്രി ഏകദേശം 12 മണിയായിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് പാൻറ്റ് മാത്രം മതി എന്നാണ്. പക്ഷേ പിന്നെ വിചാരിച്ച് ഇനി രാവിലെ സമയമില്ലെങ്കിലോ, അപ്പോൾ ഇതും കൂടി കംപ്ലീറ്റ് ചെയ്യാം. കൈൻ്റെ താഴെയുള്ള കരയെല്ലാം തുന്നിയതിന് ശേഷം ഈ ഒരു നെറ്റ് പോലത്തെ സാധനം ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ഒരു ബീഡ്സ് എല്ലാം കുത്തിയിട്ട് 2 കൈക്കും ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം നല്ല ടൈം എടുക്കുന്നത്. ഇത് നമ്മൾ മിഷൻ മെല്ലെ കൊണ്ടുപോകേണ്ടതാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു സ്റ്റിച്ച് പൊട്ടിക്കേണ്ടി വന്നു. ബിക്കോസ് ഇത് എംബ്രോയിഡറി ഒന്ന് തിരിഞ്ഞു പോയതാണ്. അങ്ങനെ അതെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ടോപ്പിൻ്റെ ലൈനിങ്ങിൻ്റെ കര മടക്കി തുന്നുമ്പോൾക്ക് ആ ഒരു ലൈനിങ്ങിൻ്റെ തുണി നല്ല ഹാർഡാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇനി പാൻറ്റിൻ്റെ തുണിയിലാ ടോപ്പിൻ്റെ ലൈനിങ് കട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ പാൻറ്റിൻ്റെ ക്ലോത്ത് എടുത്ത് നോക്കി. അപ്പോൾക്ക് അങ്ങനെയൊന്നുമില്ല, ശരിയാണ്. ഈ കസ്റ്റമർ ലൈനിങ് നല്ല കോട്ടനായിരുന്നു തന്നത്. പിന്നെ അതിൻ്റെ കരെല്ലാം മടക്കിയതിന് ശേഷം ഞാനിത് ബാക്കിലത്തെ നെക്ക് വെക്കാൻ വേണ്ടിയിട്ട് നെക്കിൻ്റെ ആ ഒരു പീസിൻ്റെ കര മടക്കി തുന്നി. പിന്നെ അത് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തു. പിന്നെ അത് അതിൻ്റെ ഈ താഴെയുള്ള ഭാഗം ഇതേപോലെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത്. പിന്നെ അതിന് ശേഷം ഇത് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത്. മെയിൻ ക്ലോത്തിലെ തുണി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ കട്ടിട്ട് കൊടുക്കാം മടക്കിയടിക്കാനുള്ള സുഖത്തിന്. ഇതേപോലെ ഫ്രണ്ട് നെക്ക് പീസും കര മടക്കി തുന്നാം. പിന്നെ മെയിൻ ക്ലോത്ത് ലൈനിങ്ങിൻ്റെയും കര മടക്കി തുന്നാം. അതിന് ശേഷം ഈ ഒരു നെക്കിൻ്റെ പീസ് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യാം. പിന്നെ ഇതേപോലെ സൈഡ് വെക്കാം. പിന്നെ മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഈ ഒരു കഷ്ണം ഉണ്ടായിരുന്നു. ഇതും ഈ മെയിൻ ക്ലോത്തിൻ്റെ ഫ്രണ്ട് പീസിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത്. പിന്നെ നെക്കും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിന്. ഇത്രയായിട്ട് ഞാൻ കിടക്കാൻ പോയി. ഇനി രാവിലെ എടുക്കാമെന്ന് വെച്ചിട്ട്. ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ്. ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സും അലക്കാനിട്ടിരുന്നു. ഇന്ന് ഞാൻ കയ്യിൽ നനക്കാനൊന്നും പോയില്ല. കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ട്രിപ്പ് ഞാൻ നനക്കാനിട്ടു. അതിൻ്റെ ഇടയിൽ ഒരു ജമന്തി പൂവും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ രാത്രി നെക്ക് സ്റ്റിച്ച് ചെയ്താണ്. ഇതിൻ്റെ വീഡിയോ അങ്ങ് എടുക്കാൻ കഴിഞ്ഞിട്ടാണ്. ഫോണിൽ ചാർജ് ലോ ആയിരുന്നു. പിന്നെ ഞാൻ ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. ഇത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിൻ്റെ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്തു. അതേപോലെ അപ്പുറം സൈഡും സ്റ്റിച്ച് ചെയ്തു. ഞാൻ ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സസ് ആയിട്ടുള്ള ക്ലോത്ത് എല്ലാം മുറിച്ച് മാറ്റി. ഷോൾഡർ ഞാൻ ഫസ്റ്റ് ലൈനിങ് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യല്. അപ്പോൾ ഇത് ഷോൾഡർ ഭാഗം ഉള്ളിലേക്ക് കവറായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇത് ബാക്ക് പീസിൻ്റെ ലൈനിങ് ആണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നുള്ളത്. ഇതെല്ലാം ലൈനിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു ബീഡ്സ് കുത്തിയിട്ടാണ് ചെയ്യാറുള്ളത്. പിന്നെ ഹാൻഡ്, നമ്മൾ ആം ഹോളും ഹാൻഡും തമ്മിൽ ജോയിൻ ചെയ്യണം. അങ്ങനെ ഇതെല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വിഡ്ത്ത് മാർക്ക് ചെയ്യണം. വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് അത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണം. വിഡ്ത്തെല്ലാം മാർക്ക് ചെയ്യുമ്പോൾ ഈ മിഷീൻ്റെ അടുത്ത് നിന്ന് ഞാൻ എണിക്കും. എന്നിട്ട് നേരെ മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് ഒരു ബീഡ്സ് എല്ലാം കുത്തിയിട്ട് വെക്കും. അങ്ങനെ വിഡ്ത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യണം. കോട്ടൺ ആയതുകൊണ്ട് സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാനും വലിയ പണിയൊന്നും ഉണ്ടായിട്ടാണ്. നന്നായി സ്റ്റിച്ച് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു സൈഡും ചെയ്തു, അപ്പുറം സൈഡും ചെയ്തു, പിന്നെ ബോട്ടവും സ്റ്റിച്ച് ചെയ്ത്. അങ്ങനെ നമ്മൾ ചുരിദാറിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഈ ബോട്ടം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനിത് മാർക്ക് ചെയ്തിരുന്നു. ഇത് ഏത്തക്കുത്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇത് ലാസ്റ്റ് അയൺ ചെയ്യാൻ. ഇത്ര ആയിട്ടാകുമ്പോൾ എനിക്ക് ഈ ചുരിദാറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇത്ര ആയിട്ടാകുമ്പോൾ ടൈം 10:30 മണിയായിരുന്നു. രാത്രി 10:30 മണിക്ക് തുടങ്ങി രാവിലെ 10:30 മണിയാകുമ്പോൾ ചെയ്തിട്ടായി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.